ശാരദാമ്മയെ ആരോ വീടിനുള്ളിൽ കൊന്നിട്ടിരിക്കുന്നു. 78 വയസ്സുള്ള ഈ സ്ത്രീ ഒറ്റയ്ക്കാണ് വർഷങ്ങളായി ഈ വീട്ടിൽ താമസിക്കുന്നത്. ഈ പാവ സ്ത്രീയെ ആര് കൊല്ലാനാ? അതും പീഡിപ്പിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. ആകെ വല്ലാത്തൊരു കേസ്. പ്രതിയെപ്പറ്റി ഒരു സൂചന പോലുമില്ല. പക്ഷേ പിടിവള്ളിയായി മാറിയത് ആ ചെരുപ്പാണ്. ആ ചെരുപ്പിൻ്റെ ഉടമയെ തപ്പിയിറങ്ങിയ പോലീസ് കണ്ടത് ഞെട്ടിപ്പോകുന്ന ഒരാളെയാണ്. ആരായിരിക്കും അത്? എന്തിനായിരിക്കും ആ ക്രൂരത ഇവൻ കാണിച്ചത്? തലേ ദിവസം, അതായത് ആ ദിവസത്തിൻ്റെ രാത്രിയിൽ എൻ്റെ സഹോദരൻ്റെ ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞ്, ചേച്ചി അമ്മ ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞ് ഒന്ന് വരാൻ പറഞ്ഞ്, അമ്മയുടെ ആവശ്യത്തിനാണെങ്കിൽ നമുക്ക് പോവാം, അത് താഴത്തെ ചെറുക്കൻ അവിടെ വന്നിരിക്കുന്നു, അവനെ വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അതെന്തിനാ അമ്മ ഇങ്ങനെ, അവൻ്റെ അപ്പനും അമ്മയും താഴെ ഉണ്ടല്ലോ, അവരെ വിളിച്ചാൽ മതിയല്ലോ, പിന്നെ ഇവനെന്തിനു വിളിക്കുന്നത്, ഇവൻ ജോലിയും കഴിഞ്ഞൊക്കെ നിൽക്കണമല്ലേ, അമ്മ എല്ലായിടവും ഇവൻ കൊണ്ടുപോകണമുണ്ടല്ലോ, പിന്നെ എന്തിന് അങ്ങനെയെന്ന് പറഞ്ഞ് ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് അമ്മയെ വിളിച്ചപ്പോൾ ഇവൻ ഇവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് ആരും ഇരിക്കും, ഞാൻ അറിഞ്ഞല്ലോ ഇവൻ ഇവിടെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് പറഞ്ഞു, ഞാൻ ചോദിച്ചു ആരാണ് ഇവിടെ ആരിരിക്കണം അമ്മ? അത് താഴത്തെ ചെറുക്കൻ ഇവിടെ ഇരിക്കണം. അപ്പോൾ ഈ ചെറുക്കൻ ചോദിക്കുന്നു, ആര് സംസാരിക്കുന്നത്? സിദ്ധിയാന്ന് ചോദിച്ചു, അതായത് എൻ്റെ മോളാന്ന് ചോദിച്ചു. അവൾ സ്വാഭാവികമായിട്ടും അവന് ഇത്തിരി ഇതുണ്ട്, പേടിയുണ്ട്, അവൾക്ക് ഇഷ്ടമില്ല. അപ്പം പിന്നെ അവൻ അല്ല സിദ്ധിയുടെ അമ്മയെന്ന് അമ്മ പറയുന്നു. എന്നിട്ട് പറഞ്ഞ് അത് ആ ചെറുക്കന് ഭയങ്കര വിഷമം, അവൻ്റെ വീട്ടിൽ എന്തരാ വഴക്കൊക്കെ ഉണ്ടാക്കി അവൻ വന്ന് അവൻ്റെ അമ്മ വഴക്ക് പറഞ്ഞ്, ആമ്പിള്ളേരല്ലേ, ഇവിടെ കിടന്ന് വളർന്ന കുട്ടിയല്ലേ, എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ കാണാനെങ്കിലും ഉണ്ടല്ലോ, അവൻ എന്തെല്ലാം നമുക്ക് ചെയ്തു തരണമെന്ന്, ഞാൻ കൊച്ചിലേ വന്നതല്ലേ, എൻ്റെ പിള്ളയെ പോലെയല്ലേ അവൻ, എൻ്റെ സിത്തുവിനെ പോലെയാണ് അവനും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ അവൻ വലുതായി, അവൻ്റെ അമ്മൂമ്മയുടെ അടുത്ത് പറഞ്ഞയക്കാൻ പറഞ്ഞു. ഒരു 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും വിളിച്ചിട്ട് അമ്മയോട് വിളിച്ച് ചോദിച്ച്, ഇങ്ങനെ ബ്രദർ വന്നാന്ന്, അവൻ വന്നെന്ന് പറഞ്ഞു, വന്നാൽ അവനെയും കൊണ്ട് പോയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചാൽ, നിങ്ങൾ എന്തിനാണ് ഈ പിന്നെ ഈ ചെറുക്കനെ വീട്ടിൽ വരുന്നത്, ഒരു മനുഷ്യനെ വീട്ടിൽ വരത്തില്ലെന്ന് പറഞ്ഞിട്ടില്ലേ അമ്മ? എന്നിട്ട് ഞാൻ അവനെ വിളിച്ച് ചോദിച്ചാൽ അവനെ കൊണ്ടാക്കിയെന്ന് പറഞ്ഞു. പക്ഷേ കൊണ്ടാക്കിയിട്ട് ഇവൻ പറയുന്നതെന്ന് വെച്ചാൽ, എൻ്റെ സഹോദരൻ പറയണമെന്ന് വെച്ചാൽ, അവിടെ കൊണ്ടാക്കിയിട്ട് ഇവൻ്റെ അമ്മയായിട്ട് സംസാരിച്ച്, ഇങ്ങനെ പയ്യനല്ലേ, നിങ്ങൾ നല്ലപോലെ നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ തിരിച്ചു വരാൻ നേരത്തെ അവൻ പറഞ്ഞെന്ന്, ഇവിടെ നിന്ന് അമ്മയുടെ വന്നാൽ ശരിയാവില്ല, ഞാൻ തിരിച്ച് അങ്ങോട്ട് അമ്മൂമ്മയുടെ അടുത്തോട്ട് തന്നെ വരണം എന്ന് പറഞ്ഞെന്ന്. അതായത് പിറ്റേന്ന് രാവിലെ എൻ്റെ മോൻ പെട്ടെന്ന് ചാടി എണീറ്റിട്ട് പറഞ്ഞു, അത് അമ്മൂമ്മയ്ക്ക് സീരിയസ് ആണെന്ന് പറയുന്നത്, ഞാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോഴേ എനിക്ക് തലേദിവസത്തെ ഒരു ഇതും ഉണ്ടല്ലോ, അമ്മ അതുകൊണ്ട് ഇവിടെയാണ്. ഞാൻ വരുമ്പോൾ ഇവിടെ പോലീസ് വിളിച്ചിട്ട് ഈ ഇവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ അറിയാനായിട്ട് ചോദിച്ചു. അപ്പോഴത്തേക്കും അമ്മ ഇവിടെ കിടക്കണുണ്ടായിരുന്നു, അത്രമാത്രം ഞാൻ കണ്ടുള്ളൂ. പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല. അമ്മ മേളിൽ തന്നെയാണ്, സാധാ കിടക്കും പോലെ കിടക്കുന്നുണ്ട്. ഞാൻ ആരെങ്കിലും കട്ടിലാണ്. സ്വർണ്ണം കമ്മല് കാതിൽ തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ അത് നല്ല ഞണങ്ങി. പൈസ പോയിട്ടുണ്ട്, കാരണം അമ്മ തലേ ദിവസം ഇവിടെ ജോലിക്കാർ നിൽക്കുകയായിരുന്നല്ലോ, റബ്ബർ പറക്കാനായിട്ട് ആൾക്കാർ നിൽക്കുകയായിരുന്നല്ലോ. അപ്പം ബാങ്കിൽ പോയി പൈസ എടുത്ത് കാണും. ഇതിനകത്താണ് അമ്മ എല്ലാം സൂക്ഷിച്ചു വയ്ക്കുന്നത്. ഇതൊരു 50 വർഷത്തോളം പഴക്കമുള്ള ഒരു വീടാണ്. ഇതിനകത്താണ് എല്ലാം സൂക്ഷിച്ചത്. ഇതിൻ്റെ താക്കോലെന്ന് പറയുന്നത് എപ്പോഴും ഇവിടെയാണ് വെച്ചേക്കുന്നത്. താക്കോല് പോലീസ് കൊണ്ടുപോയോ എന്ന് അറിഞ്ഞൂടാ. ഇത് പൂട്ടി, പക്ഷെ ഇതിന് പൊളിച്ചിട്ടിരുന്നു. അതുപോലെ തന്നെ പൊളിഞ്ഞടക്കായിരുന്നു. ഞാൻ കയറിയപ്പോൾ പൊളിഞ്ഞടക്കുന്നു. പിന്നെ അതുപോലെ തന്നെ കുറേ അധികം പേഴ്സുകളുണ്ട് അമ്മയ്ക്ക്. ആ പേഴ്സിലെല്ലാം ഇങ്ങനെ സിബ് തുറന്നിട്ടേക്കാണ്. ഈ കൊലപാതകം ചെയ്തെന്ന് പയ്യൻ നിങ്ങളെ ബന്ധു എന്തെങ്കിലും ആണോ? അങ്ങനെയല്ല, അവൻ കൊച്ചിലെ അതാ ഈ തൊട്ടിൽ പോലും അവനും അവൻ്റെ ഈ തൊട്ടിലുണ്ടല്ലോ, ഇത് അവൻ്റെ ചേട്ടൻ പ്രസവിച്ച് കിടന്നപ്പം അമ്മ കെട്ടിക്കൊടുത്തതാണ്. അതായത് എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ ഇവിടെ വരുമ്പോൾ അവനെ ഈ തൊട്ടിലിട്ടാണ് അമ്മ പിടിച്ചാട്ടണത്. വിരുന്നൂണിന് വരുമ്പോൾ അവൻ്റെ ചേട്ടൻ. എന്നിട്ട് അതിനുശേഷം അവൻ്റെയും ഇതാണ് ചെയ്തത്. പിന്നെ 2 മക്കൾ എല്ലാവരും ഇത് പിന്നെ അമ്മ അഴിച്ചില്ല, അതങ്ങനെ കിടക്കട്ടെന്ന് വിചാരിച്ചിട്ട് അഴിച്ചിട്ടില്ല. കയറ് മാത്രമേ മാറ്റും. ഇവിടെ കിടന്ന്, അതായത് എൻ്റെ മക്കൾക്കുള്ളതിനേക്കാളും സ്വാതന്ത്ര്യം കൊടുത്ത് വളർത്തി. അവരെല്ലാവരും ഇവിടെയാണ് കിടന്ന് ഉറങ്ങണതും എല്ലാം. പക്ഷെ അമ്മ അവിടെ നിൽക്കുമ്പോഴൊക്കെ എൻ്റെ വീട്, എൻ്റെ നാട്, എനിക്ക് എൻ്റെ കിളവനും എൻ്റെ മോനും വിളിക്കണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ സഹോദരൻ മരിച്ചു പോയിട്ടുണ്ട്. അവിടെ ഫോട്ടോ ഉണ്ട്, സഹോദരൻ മരിച്ചു പോയിട്ടുണ്ട്, അച്ഛനും മരിച്ച്. അവിടെ നിൽക്കുമ്പോൾ ഒരു വെപ്രാളമാണ്. ഞങ്ങളുടെ വീട്ടിൽ നിൽക്കുമ്പോൾ രാവിലെ ഇറങ്ങിയിരുന്ന് അങ്ങോട്ട് ഇങ്ങനെ നോക്കി വിഷമിച്ചിരിക്കുക. അവിടെ നിന്ന് ഒരു ഓട്ടോ തനിച്ച് വിളിച്ചാണ് ഇങ്ങനെ വന്നത്. പിന്നെ ഞാനും കൂടി വരികയാണ് ചെയ്തത്. അമ്മ ഇവിടെ എല്ലാവരും വാവറ അമ്പലത്തിൻ്റെ അവിടെ ആണ് അവരെ താമസം. ഈ മോയി. അപ്പൊ എൻ്റെ മോളെയാണ് അവിടെ കൊണ്ടുപോയത്.
ഇത് മോളെ മോനാണ്, എൻ്റെ മോനല്ലേ. ഓക്കെ, ആ മോളുടെ മകനാണ്. അപ്പൊ അദ്ദേഹം ഇവിടെ ഇവിടെ വരാറുണ്ടോ? വരണ്ട. അവന്റെ അച്ഛന് ഈ കുത്തപ്പണി അറിയാം. അപ്പൊ അമ്മ പണിക്ക് പോയിട്ട് അമ്മക്ക് ഇവിടെ നമ്മളെ കൊണ്ടത്രയ്ക്ക് പാങ്ങുള്ളതുകൊണ്ട് ഇവിടെ വന്ന് ചുമ്മാ നിൽക്കുമ്പോൾ സിമന്റും എടുത്തോണ്ട് വന്ന് ഇവിടെയൊക്കെ തേച്ച് തരും. ഇവിടെ കൂടെ ഈ ആള് വരാറുണ്ട്. യമയും വർക്ക്ഷോപ്പിലാണ് നിന്നത്. അതെ, ഇവിടെ വരാറുണ്ടോ? ഇല്ല, അങ്ങനെ വരൊക്കെ ഇല്ല. ഇവിടെ ഇതും കൂട്ടി 3 ദിവസമേ വന്നിട്ടുള്ളൂ. ഈ ചെറുമോന് ഏതെങ്കിലും രീതിയിലുള്ള മദ്യമോ മയക്കുമരുന്നോ ഒക്കെ മദ്യം ശരിക്ക് കഴിക്കും, മയക്കുമരുന്ന് കഴിക്കും നമുക്ക് അറിഞ്ഞൂടാ സാറേ. എന്തേലും കഴിക്കണം അറിയില്ല. ഇവിടെ ഇരുന്നൊക്കെ കഴിക്കാറുണ്ടോ? അല്ല, ചാച്ചൻ കണക്കൊന്നും അവൻ വെള്ളം അടിക്കില്ല. ഓ, അത് ശരി. ഇവിടെ വന്ന് നിങ്ങളെ ഏതെങ്കിലും രീതിയിൽ ദേഹോപദ്രവം ചെയ്യാ? അയ്യോ, ഇന്ന് വരെ ഒരു പിള്ളേരെ പോലും വെച്ച് പോന്ന് പറഞ്ഞിട്ടില്ല. ശരി, ഇയാൾ ഇവിടെ വന്നിട്ട് ഈ രീതിയിൽ ഒരു ക്രൈം ചെയ്തിട്ട് തിരിച്ച് ഇവിടെ തന്നെ അല്ലേ ഇവിടെ തന്നെ വന്നത്? അപ്പൊ ഇയാൾക്ക് സ്വബോധം ഉണ്ടായിരുന്നെങ്കിൽ ഇയാൾ മൊബൈലൊന്നും അവിടെ വയ്ക്കത്തില്ലായിരുന്നു. മൊബൈൽ അവിടെ വെച്ചിട്ടാ വന്നേ. അപ്പൊ ഇവിടെ വരുന്ന ആള് ഏത് രീതിയിലായിരുന്നു? നല്ല നല്ല പത്തി ചോദിച്ചിട്ടുണ്ട് നാറന്ന്. പക്ഷെ ഇവന് ബോധക്കേട അങ്ങനെയൊന്നുമില്ല. വന്നതാണ്ട ഈ മുറിയിലാണ്. അത് വെളുപ്പാൻ കാലത്താണ് സാറേ. അമ്മ പോ. ഏത് മുറിയിലായിരുന്നു? ഇവിടെ കഥ ഒന്നുമില്ല സാറേ, ഇങ്ങനെയാണ് കിടക്കണത്. അതുകൊണ്ട് കിടക്കണ ആളുകൾ പറയും നമ്മൾ അവനെ പൂട്ടിയിട്ടെന്നൊക്കെ പറയും. ആൾക്കാർ പറയും നമ്മൾ ഒന്നും ചെയ്യും. അമ്മക്ക് അവൻ തെറ്റ് ചെയ്ത അവൻ ശിക്ഷ അനുഭവിക്കണം. പിന്നെ അതുപോലെ കുപ്പിയെല്ലാം കിടപ്പുണ്ടോ? ഇതിനകത്തൊന്നുമില്ല സാറേ. നോക്കണം, അതുകൊണ്ടാണ് നോക്കണം നമ്മൾ. അല്ല, നിങ്ങളൊക്കെ നിരപരാധികളാണ്. അമ്മക്കൊന്നും നിങ്ങൾക്ക് ഈ ഇവിടെ ഒരു അരച്ചാൻ വയറ് തീ പോയണമെന്നുണ്ടെങ്കിൽ ഈ പ്രായത്തിൽ നിങ്ങൾ കഷ്ടപ്പെടണ്ടേ? അതെ, ഈ ഒരു തെറ്റ് ഈ മകൻ ചെയ്യാൻ ഒരു കാര്യം എന്തിനാണെന്നൊന്നും അറിയില്ല സാറേ. യമ ഇവിടെ നിന്നിട്ട് അപ്പം തള്ളയും തന്തയും ഇവിടെ വന്നു. തള്ളയും തന്തയും ജോലിയും ചെയ്തിട്ട് പോയപ്പോഴത്തേക്ക് അവൻ ഇവിടെ കിടക്കാമെന്നും പറഞ്ഞുകൊണ്ട് അന്ന് നിന്ന് ഈ ക്രൈം ചെയ്തിട്ട് വന്ന് കിടന്ന സ്ഥലമാണിത്. ഈ കാണുന്ന ഇവിടെയാണ് കിടന്നത്. അത് ശരി. പക്ഷെ അവിടെ നമ്മൾ അറിയുന്ന വിവരം അനുസരിച്ച് ഇന്നലെ പോലീസ് വന്നപ്പോഴും അവൻ ഇവിടെ കിടക്കുകയാണ്. അപ്പം അവൻ തെറ്റ് ചെയ്തെന്ന് നമുക്ക് അറിഞ്ഞൂടാ സാറേ. അപ്പോഴേ പിടിച്ചു കൊടുത്തന്നെ അവൻ എന്താ കിടക്കണം നമ്മൾ പറഞ്ഞാൽ. പക്ഷെ അമ്മക്ക് അവൻ കൊന്നെന്ന് അമ്മക്ക് അറിഞ്ഞൂടാ. പിന്നെ ഇവിടെ ഇറങ്ങി വരാൻ ഇവിടെ പിടിക്കുക. അവരിവിടെ കഴിയുമ്പോൾ ഇവിടെ കിടക്കുകയല്ലേ. അവൻ ഇവിടെ ഒക്കെയാണ്. അപ്പം ഇതാണ്ട ഇങ്ങനെയാണ് അവൻ ഇവിടെ കിടക്കണത്. പോലീസാണ് ഇതെല്ലാം എടുത്ത് അവരാണ് എടുത്ത് ഞാൻ ഇട്ടത്. കണ്ട ഇതാ ഇങ്ങനെയാണ് ഇവിടെ കിടക്കണത്. ഇതാ നോക്കണം, ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. ബ്ലഡില്ല, എങ്ങും ഇല്ല. അവിടെ ചെന്നിട്ട് നമ്മക്കൊന്നും അറിഞ്ഞൂടാ. നമുക്ക് അല്ല അല്ല 27 വയസ്സായി അല്ലേ? 27 വയസ്സ് അല്ല അല്ല. ഇന്ന് വരെ ഒരു പിള്ളേരെ അവട്ട് അവന്റെ തരത്തിലുള്ള പിള്ളേരെ പോലും അവന്റെ വണ്ടിയിൽ പോലും പിള്ളേര് ഇതിൽ കയറി പോകും. അവരന്ന് വരെ ഒരു അനാക്ഷരം പോലും അവൻ പറഞ്ഞിട്ടില്ല. ഈ മുത്തശ്ശിയുടെ പ്രായം വരില്ലേ? പിന്നെ എന്റെ മൂത്തതാണ്. അപ്പൊ അവരെ ഈ രീതിയിൽ ദേഹോപദ്രവം ചെയ്യണമെന്ന് ഇവന് എങ്ങനെ തോന്നുന്നു? അറിയില്ലേ സാറേ. പോട്ടെ, അന്വേഷണമൊക്കെ നടക്കുന്നുണ്ട്. പോലീസും കോടതിയൊക്കെ നോക്കിക്കൊള്ളും. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ നിങ്ങളുടെ ചെറുമോൻ? അമ്മക്ക് ഇങ്ങനെ ഇവൻ ചെയ്യുമെന്ന് ഒരിക്കൽ പിന്നെ ഇവനെ പോയുള്ളൂ അവിടെ. പിന്നെ ഇനി ആര് ചെയ്തെന്ന് നമുക്കും അറിയാൻ വയ്യ. കാരണം ഇവൻ അവിടെ കയറി പോയി ഞാൻ മരണപ്പെട്ടെന്ന് കാലത്ത് അറിയാം. പോണ കാര്യം പറഞ്ഞു. നേരത്തെ ഉച്ച ഒരു 4 മണി ആയപ്പോൾ അവന് കക്കൂസി പോകണം. അപ്പം ഞങ്ങൾ തമ്മിൽ ഇപ്പം അങ്ങോട്ടും ഞാനും മിണ്ടൂല്ല. ഈ കിളവിയായിട്ട് മരിച്ച ആളുമായി എന്താ കാര്യം? അവിടെ കാല് വയ്യാതെ ഓപ്പറേഷൻ ചെയ്ത് മുട്ട്. അപ്പോൾ എൻ്റെ കൂടെ പറഞ്ഞവരത്തി നോക്കാൻ കയറി ചെയ്യില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ആശുപത്രിയിലെന്ന് ഇറങ്ങി പോയി കയറി വരാനൊന്നും എന്നെ കൊണ്ട് പറ്റൂല. ആ വീട് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, അതുകൊണ്ട് അത് ഒക്കില്ല. അങ്ങനെയുള്ള വിരോധമില്ല. കാണുമ്പോൾ എന്താണ് ഏതാണെന്നൊക്കെ പറയും. ഞാൻ അങ്ങനെ കയറി പോയി എടുക്കുകയൊന്നുമില്ല. പക്ഷേ ഈ മക്കൾ ഇവൻ വന്നാൽ ഓടി കയറി പോയി. കൊച്ചിയിലെ എങ്ങനെ തന്നെ പോവല്ലെന്ന് പറഞ്ഞാലും അവൻ കയറി അമ്മാമ്മ ഞാനാണെന്നും പറഞ്ഞ് അവനെ കണ്ട അപ്പോഴവൾ വിളിക്കുകയും ചെയ്യും. അമ്മാമ്മ നല്ല വിളിക്കണം. അമ്മാമ്മ മാമ എന്നും പറഞ്ഞാണ് അവർ പിള്ളേരെ വലിയ സഹകരണമാണ്. പിന്നെ ഇത് എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. പൊന്നു സാറേ, അവൻ കൊന്ന ഇതാമ്മ ഇന്ന് വരെ ഒരു പെൺപിള്ളേരെ ഒന്ന് വെച്ച് പോന്ന് പറഞ്ഞ ഇവിടെ വരുമ്പോഴൊക്കെ ആ അമ്മ അങ്ങോട്ട് വിളിക്കാറുണ്ടോ? വിളിക്കും. എന്തിനാണ് വിളിക്കുന്നത്? അവര് തങ്ങളി കാര്യമൊക്കെ പറഞ്ഞൊക്കെ ഇരിക്കും. അങ്ങനെ സന്തോഷം കൊണ്ട് വിളിക്കണം, അല്ലാതെ വേറെ ഒന്നുമില്ല. എന്തെങ്കിലും ആഹാരം കഴിക്കാനൊക്കെ കൊടുക്കുവോ അവിടെ? അങ്ങനെ എന്തെങ്കിലും പോയൊന്നും കഴിക്കൂല. ഒരു വീട്ടിലൊന്നും ഒരു ഈ 2 മക്കളെ കൊണ്ട് എൻ്റെ മോക്ക് ഒരു വീട്ടിലും ഒരു വേല ചെയ്ത് നല്ല നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ നാട്ടിലെ ഏറ്റവും പൊതുജനസമ്മതിയായ ഒരു
അമ്മയായിരുന്നു സീതമ്മ എന്ന് വിളിക്കുന്ന ശാരദയമ്മ. അവർ ഒറ്റയ്ക്കാണ് വീട്ടിൽ താമസിച്ചിരുന്നത് കുറേ നാളുകളായിട്ട്. മകളുടെ വീട്ടിലും മറ്റുമൊക്കെ പോയി താമസിക്കുമായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് പോയി താമസിക്കും, പക്ഷേ സ്ഥിരമായി ഇവിടെ താമസിക്കുമായിരുന്നു. റബ്ബർ മൂട് പറിക്കുന്ന ജോലിയൊക്കെ ചെയ്യുന്ന കുറേ തൊഴിലാളികളുണ്ടായിരുന്നു. അവർ വന്ന് വിളിച്ചപ്പോൾ വിളിച്ചിട്ട് വിളി കേൾക്കുന്നില്ല. അങ്ങനെ റൂമിൽ കയറി നോക്കിയപ്പോഴാണ് ഇങ്ങനെ മരണപ്പെട്ട് കിടക്കുന്ന കാഴ്ച കണ്ടത്. അപ്പോഴേ അസ്വാഭാവികത ഉണ്ടായിരുന്നു. മോൻ വന്ന് നോക്കിയപ്പോൾ അസ്വാഭാവികമായ മരണമാണ് എന്ന് തോന്നുകയുണ്ടായി. ഒന്ന് അവരുടെ മുക്കിൽ രക്തം വന്നിരുന്നു, പിന്നെ ശരീരത്തൊക്കെ മുറിവിൻ്റെ പാടുകളുണ്ടായിരുന്നു, വസ്ത്രമെല്ലാം മാറിക്കിടക്കുകയായിരുന്നു. അങ്ങനെ നോക്കിയപ്പോൾ അവിടെ ഒരു മൊബൈൽ കിടക്കുന്നത് കണ്ടു, ശ്രദ്ധയിൽപ്പെട്ടു. പുറത്തൊരു ചെരുപ്പും ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ പിന്നെ അപ്പോൾ തന്നെ വിളിച്ചു, അറിയിച്ചു. SHO വന്നു, പിന്നെ DVSP ഉൾപ്പെടെയുള്ളവർ വന്നു. അപ്പോൾ അവർക്ക് നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി ഇതൊരു കൊലപാതകമാണ് എന്ന് മനസ്സിലായി. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ളൊരു സംഭവമാണ് നടന്നത്. ഇത് എയിം എന്ന് പറയുന്നത് ഒരു മണി മോട്ടീവ് മാത്രമല്ല എന്നുകൂടി തോന്നുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ശരീരത്തിൽ വല്ല ആഭരണങ്ങളും വല്ല നഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ആഭരണങ്ങൾ പ്രാഥമിക പരിശോധന ആഭരണം നഷ്ടപ്പെട്ടില്ല എന്നാണ്. കാര്യം കാതിൽ കമ്മലുണ്ടായിരുന്നു. ആ കാതിലെ കമ്മൽ നഷ്ടപ്പെട്ടിട്ടില്ല. നമുക്ക് അതാണ് ഒരു അത്ഭുതം തോന്നിയത്. കാതിലെ കമ്മൽ സ്വർണ്ണ കമ്മലായിരുന്നു, നഷ്ടപ്പെട്ടിട്ടില്ല. അതിന് കുറേ ചളുക്കും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ കാതിലെ കമ്മൽ നഷ്ടപ്പെട്ടിട്ടില്ല. കയ്യിൽ എത്ര രൂപ ഉണ്ടെന്ന് അറിയാൻ കഴിയുന്നില്ല. ഇപ്പോൾ പെൻഷൻ പൈസയൊക്കെ വന്നിട്ടുണ്ട്, ഇപ്പോൾ പെൻഷൻ പൈസ വന്നിട്ടുണ്ട്, ആ പണം നഷ്ടപ്പെട്ടില്ലെന്ന് അറിയാൻ കഴിയുന്നില്ല. പക്ഷേ ലൈംഗിക അതിക്രമമായിരുന്നു, ഉപദ്രവിച്ചിട്ടുണ്ട്, ശാരീരികമായി അവരെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ളത് യാതൊരു കാര്യം. പുറത്തും മറ്റുമൊക്കെ ചില പോറലും മറ്റുമൊക്കെ ഏറ്റിട്ടുണ്ട്. മുറിക്കുള്ളിലായിരുന്നു, മുറിയിൽ കട്ടിലാണ് മരിച്ചു കിടന്നത്.